ഒന്ന് കൈ കഴുകി ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഫോണിങ്ങനെ ഓഫാക്കി വെച്ചൊന്ന് കൈ കഴുകി ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴേക്ക് നേരത്തെ നോക്കിയെന്ന് ഒരു 50 ലക്ഷം കൂടി. പിന്നെ ഒന്ന് ആദ്യമായി ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ കമ്മിറ്റി 1014 ആളാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ 5 വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. സൗദി കേന്ദ്രീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ദുബായ് കേന്ദ്രീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇവിടെ നാട്ടിൽ കേന്ദ്രീകരിച്ച് 3 വാട്സപ്പ് ഗ്രൂപ്പ്, അപ്പോൾ 5 ഗ്രൂപ്പ്. അതേപോലെ ഈ അയഞ്ഞിലത്ത് ഇതേപോലെ ഒരു ഫണ്ടിങ്ങിന് വേണ്ടി ഒരു ഗ്രൂപ്പ് VR ഗ്രൂപ്പ് പറയുന്നൊരു ഗ്രൂപ്പ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളെ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി തുറന്നതാണ്. അങ്ങനെ അവർ തുറന്നു. അപ്പോൾ അതിൽ ഒരു 600 ആണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 5600 ആളുകൾ നമ്മൾ ഒരു ബട്ടൺ അമർത്തിയാൽ നമ്മളൊരു മെസ്സേജ് കാണുന്ന കേൾക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചു. അത് എത്തിച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഇത് ഈ 5600 ആളുകൾ 5 ഗ്രൂപ്പിലേക്ക് സ്പ്രെഡ് ചെയ്തു. പിന്നെ അത് ലോകത്ത് അങ്ങോട്ട് സ്വയം പോയി. അങ്ങനെ ആദ്യത്തെ 14 ദിവസം അത് ഒരു അമലും വെള്ളമായിട്ട് 1 കോടി തട്ടിമുട്ടി ഇങ്ങനെ 2.25 കോടിയിലൊക്കെ എത്തി. ബ്ലോക്കായി പോകുന്നില്ല. ഒന്നാമത് കനത്ത ചൂട്, 2 നോമ്പ്, 3ാമത്തെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനായി. കാരണം ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നില്ല. അതിലിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദൈവ വിളി എന്ന രീതിയിലാണ് ബോച്ചെ ഇത് ഞങ്ങളായിട്ട് ആദ്യം തന്നെ ടൈപ്പിന് വന്നു. ആ ടൈപ്പ് വന്നു. അപ്പോൾ നമ്മൾ എഗ്രിമെന്റ് തരാൻ ഡിമാൻഡ് നോട്ടീസ് തരാൻ പറഞ്ഞു. ബോച്ചനെ ഡിമാൻഡ് നോട്ടീസ് നമുക്ക് കുറച്ച് ഗൗരവമാണ്. കാരണം അതിൽ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഒരു കമ്മിറ്റി എന്ന കാലത്ത് നമ്മളെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അയാളെ നേരിട്ട് കോഴിക്കോട് അയാളെ വക്കീൽ അഡ്വൈസറെ വിളിച്ചു, വക്കീലിനെ വിളിച്ച് PA വെച്ച് ഞങ്ങൾ കോഴിക്കോട് വെച്ച് സംസാരിച്ച് മൂപ്പരോട് കാര്യം പറഞ്ഞു. മൂപ്പർ അതിൽ നിന്ന് കുറേ അളവ് വന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ഡിമാൻഡ് ഒഴിവാക്കത്തിൻ്റെ പൊതു പ്രശ്നം ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ അയാളങ്ങോട്ട് ഏറ്റെടുത്തോടുകൂടി ഇതെന്തായിരുന്നു സോഷ്യൽ മീഡിയ ഈ ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പം ന്യൂജൻ്റെ പ്രചരണ മീഡിയ. ന്യൂജൻ ഇത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആയിട്ട് സ്പ്രെഡ് ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് കേരളത്തിലെ പിന്നെ ഈ സമയം നമ്മൾ ആരും ക്ഷണിക്കാതെ തന്നെ കേരളത്തിലെ ഫിറോസ് കുന്നമംഗലം, അമർ ഷാനി, പിന്നെ സമീർ കുന്നമംഗലം, മാനുക്ക, നർഗീസ് ബീഗം തുടങ്ങി ഇനി പേര് പറയണ്ട 50ഓളം കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകർ സ്വയം വന്നിട്ട് ഈ ഉമ്മയുടെ എല്ലാവരും. അപ്പൊ പിന്നെ നമ്മൾക്ക് കമ്മിറ്റി എന്ന കാലത്ത് നമുക്ക് പിന്നെ നമ്മളെ തന്നെ നിയന്ത്രണത്തിൽ നിന്ന് കിട്ടും. എങ്ങനെ നമ്മളെ കൺട്രോൾ ഇല്ല. പിന്നെ പോകുന്ന പോക്ക് അങ്ങനെ ഞങ്ങളിത് ഈ ആപ്പിൽ നമുക്ക് നോക്കാൻ പറ്റും. ഒരേ സമയത്ത് ആപ്പ് എത്ര ആള് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ആൾ കാണുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് രാത്രിയൊക്കെ ഞങ്ങൾ ആപ്പ് നോക്കുമ്പോൾ 40 ലക്ഷം ആളുകളാണ് ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട്. രാത്രിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കൈ കഴുകി ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഫോണിങ്ങനെ ഓഫാക്കി വെച്ചൊന്ന് കൈ കഴുകി ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴേക്ക് നേരത്തെ നോക്കിയെന്ന് ഒരു 50 ലക്ഷം കൂടി. പിന്നെ ഒന്ന് കിടന്നും കെട്ടി എണീച്ചാൽ 2 കോടി കൂടി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അവസാനം ഞങ്ങളെ ലക്ഷ്യത്തിൽ. കാരണം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിനോട് പെർമിഷൻ വാങ്ങുമ്പോൾ ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിന് 1 പർപ്പസേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, അതേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉദ്ദേശം ഒന്നാണ്. അപ്പൊ ഞങ്ങൾ അതിന് എത്ര വേണം എന്ന് പോലും ട്രസ്റ്റിൽ സൂചിപ്പിച്ചതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, 30 കോടി എത്തി നിൽക്കുന്ന സമയത്ത് അടിയന്തര യോഗം ചേർന്നു. അടിയന്തര യോഗം 4 കോടി പെൻഡിങ് നിൽക്കേ തന്നെ ഞങ്ങൾ ആപ്പ് ബ്ലോക്ക് ചെയ്തു.